PM-ശ്രീ പദ്ധതിയെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു ചർച്ച ചെയ്തു. കഴിഞ്ഞ ഗവൺമെൻറ് PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരള ഗവൺമെൻറ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. തടഞ്ഞു വെച്ച പണം തന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു 106 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കാര്യം. അതിനെ ആശയപരമായി അതിനോടുള്ള എതിർപ്പ് കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. 2, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെൻറ് നൽകണം എന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. 2, സ്കൂൾ സെലക്ഷൻ, അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ PM-ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിൻ്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ ഷംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി M. ജോൺ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ M. ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റി, മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവർ റിപ്പോർട്ട് സമർപ്പിക്കും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണ പരിഷ്കാര നടപടി ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ നിരവധി ഫയലുകൾ ധനകാര്യ വകുപ്പിലേക്ക് വരികയാണ്. നിരവധി ഫയലുകൾ, ആവശ്യമില്ലാത്ത ഫയലുകൾ ധാരാളമായി വരികയാണ്. അതിൽ ഭൂരിഭാഗം ഫയലുകളും ധനപരമായ കോഡ് ഓഫ് കോണ്ടക്റ്റ് അറിയാതെ വരുന്ന ഫയലുകളാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന്. അത് പലതും തിരിച്ചയക്കേണ്ടി വരികയാണ്. ഇതെല്ലാം വ്യാപകമായ തരത്തിലുള്ള നമ്മുടെ നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുന്നതിന്, പദ്ധതികൾ വൈകുന്നതിന്, സർക്കാർ എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം ഉണ്ടാകുകയാണ്. അതുകൊണ്ട് 1974 കേന്ദ്ര സർക്കാർ രൂപീകരിച്ച മാതൃകയിൽ എല്ലാ വകുപ്പിലും സർക്കാർ ഒരു ഇൻ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ നിയമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്, എല്ലാ വകുപ്പിലും. അപ്പോൾ ധനപരമായ കാര്യങ്ങൾ ഒരു സ്ക്രൂട്ടിനി അവിടെ ഉണ്ടാവും. ധനവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഒരു സാമ്പത്തിക ചെലവും സർക്കാരിന് ഇല്ലാതെ എല്ലാ വകുപ്പിലും ഒരു ഇൻ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടാവും. ആ സ്ക്രൂട്ടിനി നടത്തിയിട്ടേ ഫയൽ പോവുള്ളൂ. ഇപ്പോൾ ധനകാര്യ വകുപ്പിലേക്ക് അയക്കേണ്ട ഫയൽ മാത്രമേ വരുള്ളൂ. മാത്രമല്ല അത് തിരിച്ചയക്കേണ്ടി വരില്ല. കാരണം സംശയങ്ങളെല്ലാം നിവർത്തിച്ച് കോഡ് ഓഫ് കോണ്ടക്റ്റ് എല്ലാം പാലിച്ചിട്ടുള്ള ഫയലുകളായിരിക്കും. അപ്പോൾ ഒരു വളരെ ഭരണപരിഷ്കാര നടപടികളുമായി ബന്ധപ്പെട്ട ഒരു വിപ്ലവകരമായ ഒരു തീരുമാനമാണ് ഇൻ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസറെ. ഫയലുകളുടെ എണ്ണം ഗണ്യമായി കുറയുകയും ഫയലുകൾ കൂടുതൽ യാത്ര ചെയ്യുന്നത് ഇല്ലാതായിരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഇതനുസരിച്ച് ഒരു ജോയിൻറ്റ് സെക്രട്ടറിയുടെ പദവിയിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെയും എല്ലാ ഭരണവകുപ്പിൻ്റെയും സെക്രട്ടറിയുടെ പ്രധാന സാമ്പത്തിക ഉപദേഷ്ടാവായി ചുമതലപ്പെടുത്തേണ്ടതും നയപരമായ തീരുമാനങ്ങൾ, പുതിയ സേവനങ്ങൾ, വിശാലമായ സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയ്ക്ക് മാത്രമായി ധനകാര്യ വകുപ്പിനെ സമീപിക്കുന്നതും നിർദ്ദേശിക്കും. ധനകാര്യ വകുപ്പ് സത്യത്തിൽ കയ്യിലുള്ള കുറേ അധികാരങ്ങൾ കൂടി താഴെയുള്ള വകുപ്പുകളിലേക്ക് ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുകയാണ്. നടപടിക്രമങ്ങൾ സുഗമമാക്കാനാണ്. വലിയ മാറ്റം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു.